യൂണിറ്റ് 5 മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പോൾ നമുക്കിന്ന് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനെ കുറിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചു വയ്ക്കാം. അതിൻ്റെ മീനിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അതായത് MOA ഈസ് ദി ഫണ്ടമെൻ്റൽ ഡോക്യുമെൻ്റ് ഓഫ് എ കമ്പനി. അപ്പോൾ ഒരു കമ്പനിയുടെ ഫണ്ടമെൻ്റൽ ഡോക്യുമെൻ്റ് എന്നറിയപ്പെടുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് എന്നറിയപ്പെടുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനാണ്. ഒരു കമ്പനിയുടെ മാഗ്ന കാർട്ട, കമ്പനിയുടെ ചാർട്ടർ എന്നൊക്കെ അറിയപ്പെടുന്നതും ഇതേ ഡോക്യുമെൻ്റ് തന്നെയാണ് കേട്ടോ, ഓർത്തിരിക്കുക. ഇറ്റ് ഡിഫൈൻസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ ഭരണഘടന എന്നറിയപ്പെടുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനാണ്. ദ സ്കോപ്പ് ഓഫ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്, കമ്പനിയുടെ അധികാര വ്യാപ്തി, എത്രമാത്രം അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വ്യാപ്തിയുണ്ടെന്ന് പറയുന്നതും മെമ്മോറാണ്ടത്തിലാണ്. ദ ഒബ്ജക്ട്സ് ഫോർ വിച്ച് ദ കമ്പനി ഫോംഡ്, കമ്പനി ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഫോം ചെയ്തിരിക്കുന്നത്, രൂപം കൊണ്ടിരിക്കുന്നത്, അതിനെക്കുറിച്ചും മെമ്മോറാണ്ടത്തിൽ പറയുന്നുണ്ട്. ദ ലൈബിലിറ്റി ഓഫ് മെമ്പേഴ്സിൻ്റെ ലൈബിലിറ്റി എങ്ങനെയാണ് എന്നുള്ളതും മെമ്മോറാണ്ടത്തിൻ്റെ ലൈബിലിറ്റി ക്ലോസിൽ പറയുന്നുണ്ട്. ദെൻ ക്യാപിറ്റൽ ക്ലോസിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ചും, ക്യാപിറ്റൽ എങ്ങനെയാണ്, എത്രയായിരിക്കണം എന്നതിനെക്കുറിച്ച് ക്യാപിറ്റൽ ക്ലോസിലും പറയുന്നുണ്ടല്ലേ. അപ്പോൾ സിമ്പിളായിട്ടുള്ള മീനിങ് പറഞ്ഞാൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഈസ് ദി ചാർട്ടർ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഒരു ചാർട്ടറാണ്, ഒരു ഭരണഘടനയാണ്, നിയമങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ഒരു രേഖയാണ്. ഇറ്റ് ടെൽസ് ഔട്ട്സൈഡേഴ്സ് വാട്ട് ദ കമ്പനി ക്യാൻ ആൻഡ് കനോട്ട് ഡു, അല്ലേ. അതായത് ഒരു കമ്പനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ ചെയ്യാതിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഔട്ട്സൈഡേഴ്സിന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. കമ്പനിയും ഔട്ട്സൈഡേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സൂചിപ്പിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം എന്നും പറയാം. അപ്പോൾ ഇവിടെ മെമ്മോറാണ്ടം, നമുക്കൊരു കമ്പനിയുടെ ഫോർമേഷൻ്റെ സമയത്ത് നമ്മൾ മെമ്മോറാണ്ടത്തിന് രൂപം കൊടുക്കുമ്പോൾ അത് പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കണം, അതിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലേ. അതായത് അതിലെ സബ്സ്ക്രൈബേഴ്സ്, അതിലെ ആദ്യ ഡയറക്ടേഴ്സ് അതിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 7 പേഴ്സൺസ്, 7 ആളുകൾ ആ ഒരു മെമ്മോറാണ്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ സൈൻ ചെയ്തിരിക്കണം. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം 2 പേരെങ്കിലും ഉണ്ടായിരിക്കണം. 1 പേഴ്സൺ കമ്പനി ആണെങ്കിൽ ഒരാൾ മതി, അല്ലേ. ആ മെമ്മോറാണ്ടം നമ്മൾ ഡിവൈഡഡ് ഇൻറ്റു കൺസിക്യൂട്ടീവ്ലി നമ്പേർഡ് പാരഗ്രാഫുകളായിട്ട് തിരിച്ച് നമ്പർ ഇടണം. ഈച്ച് സബ്സ്ക്രൈബർ, എല്ലാവരും അതിൽ ഒപ്പിടേണ്ടതാണ്. ഫൈൻഡ് ഇൻ ദി പ്രസൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് 1 വിറ്റ്നസ്, ഏതെങ്കിലും ഒരു സാക്ഷിയുടെയെങ്കിലും സാന്നിധ്യത്തിൽ, വിറ്റ്നസിൻ്റെയെങ്കിലും സാന്നിധ്യത്തിൽ മാത്രമേ ആ ഒപ്പ് ചെയ്യാവുള്ളൂ, അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഒപ്പിട്ട, കൺസിക്യൂട്ടീവായിട്ട് നമ്പർ ഇട്ട, പ്രിൻ്റ് ചെയ്ത ഒരു ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. ഇനി ഫോംസ് ഓഫ് മെമ്മോറാണ്ടം, കമ്പനീസ് ആക്ടിലെ ഷെഡ്യൂൾ 1 ഫോംസ് ഓഫ് മെമ്മോറാണ്ടത്തിൻ്റെ വിവിധ ഫോമുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നും ഉപയോഗിക്കേണ്ടത് അതിൻ്റെ കമ്പനികൾക്ക് ഏത് ടൈപ്പ് കമ്പനിയാണെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. MCQ ആയിട്ട് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതിൽ ടേബിൾ A ആണെങ്കിൽ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, അതായത് മെമ്മോറാണ്ടത്തിൽ ടേബിൾ A ആണ് കേട്ടോ, ആർട്ടിക്കിൾസിൽ ടേബിൾ A അല്ല. മെമ്മോറാണ്ടത്തിൽ ഉപയോഗിക്കുന്ന ടേബിൾ A എന്ന് പറയുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, അതായത് ലിമിറ്റഡ് കമ്പനികളാണ് ടേബിൾ Aയിൽ ഫോർമാറ്റിൽ മെമ്മോറാണ്ടം തയ്യാറാക്കേണ്ടത്. ടേബിൾ B എന്ന് പറയുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ, അതായത് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആയിട്ടുള്ള കമ്പനികൾ, ആ കമ്പനികൾക്ക് ഷെയർ ക്യാപിറ്റലും ഇല്ലാത്ത ടൈപ്പ് കമ്പനികൾ, ഈ ഒരു സ്പെസിഫിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കമ്പനികൾ ടേബിൾ B ഫോർമാറ്റ് ഉപയോഗിക്കണം. ടേബിൾ C എന്ന് പറയുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി കമ്പനിയാണ്, പക്ഷേ അവർക്ക് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, അത്തരത്തിലുള്ള കമ്പനികൾ ഉപയോഗിക്കേണ്ടത് ടേബിൾ C ആണ്. ടേബിൾ D ആണെങ്കിൽ അൺലിമിറ്റഡ് കമ്പനി വിത്തൗട്ട് ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത അൺലിമിറ്റഡ് കമ്പനികളുടെ കേസിലാണ് ടേബിൾ D ഉപയോഗിക്കുന്നത്. ടേബിൾ E ആണെങ്കിൽ അൺലിമിറ്റഡ് കമ്പനി ഹാവിങ് ഷെയർ ക്യാപിറ്റലുള്ള അൺലിമിറ്റഡ് കമ്പനി, അല്ലേ, അത്തരത്തിലുള്ള കമ്പനികളാണ് ടേബിൾ E ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഷെഡ്യൂൾ 1 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 കണ്ടെയ്ൻസ് മോഡൽ ഫോംസ് ഓഫ് MOA ആൻഡ് AOA, അല്ലേ. ആർട്ടിക്കിൾസിൻ്റെയും മെമ്മോറാണ്ടത്തിൻ്റെയൊക്കെ മോഡൽ ഫോംസ് 2013 കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്. ഇനി മെമ്മോറാണ്ടം അസോസിയേഷൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടു പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സ്, കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ മെമ്മോറാണ്ടം വായിച്ചു കഴിഞ്ഞാൽ കിട്ടും, അല്ലേ. അപ്പോൾ അങ്ങനെ കമ്പനിയുടെ ലക്ഷ്യം എന്താണ്, കമ്പനിയിൽ അടങ്ങിയിരിക്കുന്ന റിസ്ക് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഔട്ട്സൈഡേഴ്സിന്, അല്ലെങ്കിൽ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് വിവരങ്ങൾ നൽകുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് മെമ്മോറാണ്ടത്തിനുള്ളത്. ദെൻ ഇൻഫർമേഷൻ ടു ഔട്ട്സൈഡേഴ്സിന്, കമ്പനിയുടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിനും, ഒപ്പം തന്നെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, കമ്പനിയിലേക്ക് പണം കടം കൊടുക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെൻറ്, അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ആളുകളും, പബ്ലിക്കിന് എല്ലാ കാര്യങ്ങളും കമ്പനിയെക്കുറിച്ച് അറിയണമെങ്കിൽ, അതായത് കമ്പനിയുടെ ലക്ഷ്യം എന്താണ്, കമ്പനി ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, വിത്തിൻ ദ കമ്പനീസ് ഒബ്ജക്റ്റീവ്സ്, അല്ലേ. കമ്പനി ചെയ്യുന്ന ഒരു കാര്യം കമ്പനിയുടെ ലക്ഷ്യത്തിന് അനുസൃതമായൊരു കാര്യമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയും ഈ മെമ്മോറാണ്ടം ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ. അപ്പം മെമ്മോറാണ്ടം എന്ന് പറയുന്നത് കമ്പനിയിലെ ഇൻവെസ്റ്റേഴ്സിനെയും ഒപ്പം തന്നെ ഔട്ട്സൈഡേഴ്സിനെയൊക്കെ ഇൻഫോം ചെയ്ത് അവർക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഈ മെമ്മോറാണ്ടം. ദെൻ കണ്ടൻസ് ഓഫ് മെമ്മോറാണ്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. മെമ്മോറാണ്ടത്തിൽ പ്രധാനപ്പെട്ട കുറേ ക്ലോസുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ക്ലോസ് എന്ന് പറയുന്നത്
നെയിം ക്ലോസ് ആണ് അല്ലേ, നാമവകുപ്പ്. കുറേ വകുപ്പുകളായിട്ട് 5 വകുപ്പുകളായിട്ട് ഈ മെമ്മോറാണ്ടത്തെ തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ നെയിം ക്ലോസ് ഉണ്ട്. നെയിം ക്ലോസ് എന്ന് വെച്ചാൽ കമ്പനിയുടെ പേരാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. കമ്പനി മസ്റ്റ് ഹാവ് നെയിം ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഐഡൻറ്റിറ്റി. കമ്പനിക്ക് സ്വന്തമായിട്ട് അതിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ വേണ്ടി, മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ വേണ്ടി കമ്പനിക്ക് ഒരു പേരുണ്ടായിരിക്കണം. ആ പേരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ പേരിൻ്റെ അവസാനം ലിമിറ്റഡ് എന്ന് ചേർക്കണം. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അത് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൻ്റെ അവസാനം ചേർക്കണം. സെക്ഷൻ 8 കമ്പനി ആണെങ്കിൽ അവർക്ക് ലിമിറ്റഡ് എന്നോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ പ്രത്യേകം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പേരുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം, ഈ കമ്പനിക്ക് ഇടുന്ന പേരെന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് നോട്ട് എന്തൊക്കെ ആകാൻ പാടില്ല, ടു ബി ഐഡൻറ്റിക്കൽ ഓർ ടു നിയർലി റിസംബിൾ ആൻ എക്സിസ്റ്റിംഗ് കമ്പനി. നിലവിലുള്ള ഒരു കമ്പനിയുടെ പേര് പോലെ അതേ പേരിടുകയോ അല്ലെങ്കിൽ അതിനോട് ക്ലോസ്ലി സിമിലർ ആയിട്ടുള്ള ഒരു പേരിടുകയോ ചെയ്യാൻ പാടില്ല. ദെൻ കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഒഫൻസ് അണ്ടർ എനി ലോ. ഈ പേരിടുക വഴി ഏതെങ്കിലും നിയമപ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒഫൻസ്, കുറ്റകൃത്യത്തിന് അതിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പേരായിരിക്കരുത്. ബി അൺഡിസൈറബിൾ, അനഭിലഷണീയമായത് അല്ലേ, അതായത് നമ്മുടെ സൊസൈറ്റിക്ക് അവരുടെ ധാർമ്മിക മൂല്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും എതിരായി നിൽക്കുന്ന അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കരുത്. ഗിവൻ ഇംപ്രഷൻ ഓഫ് കണക്ഷൻ വിത്ത് ഗവൺമെൻറ് ഓർ ഗവൺമെൻറ്റൽ അതോറിറ്റി വിതൗട്ട് ജസ്റ്റിഫിക്കേഷൻ. ഗവൺമെൻറ്റുമായിട്ടോ ഗവൺമെൻറ്റിൻ്റെ മറ്റ് വകുപ്പുകളുമായിട്ടൊക്കെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്ന രീതിയിൽ, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു പേര് കൊടുക്കാൻ വേണ്ടി പാടില്ല അല്ലേ. അപ്പോൾ നെയിം ക്ലോസ് എന്ന് വെച്ചാൽ അത് കമ്പനിയുടെ ഐഡൻറ്റിഫിക്കേഷനാണ്, ഓർത്തിരിക്കുക. ഇനി രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ഉണ്ട്. രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ക്ലോസ് സ്റ്റേറ്റ് ദാറ്റ് ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ കമ്പനീസ് രജിസ്റ്റേർഡ് ഓഫീസ് സിറ്റുവേറ്റഡ്. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, കമ്പനിയുടെ രജിസ്റ്റർ ചെയ്ത ആ ഓഫീസ് അത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് പറയുന്നത് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിലാണ് അല്ലേ. അപ്പോൾ രജിസ്റ്റേർഡ് ഓഫീസ് ഇമ്പോർട്ടൻ്റ്. എല്ലാ കമ്പനികൾക്കും ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ആവശ്യമാണ്. അവിടെയാണ് കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി നിയമപരമായിട്ടുള്ള രജിസ്റ്ററുകൾ സൂക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ആനുവൽ റിട്ടേൺസും ആൻഡ് അതർ റെക്കോർഡ്സ് ആർ കണക്റ്റഡ് വിത്ത് ഇറ്റ്. കമ്പനിയുടെ ആനുവൽ ഫിനാൻഷ്യൽ റിട്ടേൺസും സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം അവിടെ സൂക്ഷിക്കും. അവിടെ ഈ ഒരു ഹെഡ് ഓഫീസ്, ഈ ഒരു രജിസ്റ്റേർഡ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് തയ്യാറാക്കുക. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ നോട്ടീസ് ക്യാൻ ബി സെർവ്ഡ് ദിയർ അല്ലേ. കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യലായിട്ട് എല്ലാ കമ്മ്യൂണിക്കേഷനും ഈ ഒരു രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ അഡ്രസ്സിലായിരിക്കും വരിക. ദ കമ്പനി മസ്റ്റ് ഹാവ് എ രജിസ്റ്റേർഡ് ഓഫീസ് വിത്തിൻ 30 days ഓഫ് ഇൻകോർപ്പറേഷൻ മെയിൻറ്റെയിൻ ഇറ്റ് ദെയർ ഫാക്ടർ അല്ലേ. കമ്പനിക്ക് രൂപീകരണമായിട്ട് 30 ദിവസത്തിനുള്ള രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടായിരിക്കണം അല്ലേ എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് സ്പെസിഫൈസ് ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ രജിസ്റ്റേർഡ് ഓഫീസ് സിറ്റുവേറ്റഡ്. ഏത് സ്റ്റേറ്റിലാണ് ഒരു കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി എന്നുള്ളത് രജിസ്റ്റേർഡ് ക്ലോസ് നോക്കിയാൽ മനസ്സിലാകും. ഇനി ഒബ്ജക്റ്റ് ക്ലോസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലോസ് ആണ്, പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ആണ്. അതായത് ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് കമ്പനി രൂപീകൃതമായിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നത് ഈ മെമ്മോറാണ്ടത്തിൽ ഒബ്ജക്റ്റ് ക്ലോസിലാണ്. ഇത് സ്കോപ്പ് ഓഫ് പവേഴ്സ് ഓഫ് ദി കമ്പനി, അതിനനുസരിച്ചാണ് കമ്പനിയുടെ പവേഴ്സ്, അധികാരങ്ങൾ, അതിൻ്റെ ഒരു സ്കോപ്പ്, വ്യാപ്തി വരുന്നത് അല്ലേ. ഈ കമ്പനി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ട്രാൻസാക്ഷനും അത് കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ആയിരിക്കണം. ദിസ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലോസ്. കാരണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലോസ്. കാരണം ഇറ്റ് ഡിറ്റർമൈൻസ് വാട്ട് ആക്ടിവിറ്റീസ് കമ്പനീസ് ഓതറൈസ്ഡ് ടു അണ്ടർടേക്ക്. ഏതൊക്കെ ആക്ടിവിറ്റീസാണ് കമ്പനികൾക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ സാധിക്കുന്നതിനെക്കുറിച്ച് ഇതിലാണ് വ്യക്തമായിട്ട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് എ കമ്പനി ഈസ് ഫോർമഡ് ടു മാനുഫാക്ചർ ടെക്സ്റ്റൈൽസ്. ഇപ്പോൾ ടെക്സ്റ്റൈൽസ്, തുണിത്തരങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി രൂപം കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ കമ്പനിയുടെ ഓപ്പറേഷൻസും അതിൻ്റെ അധികാരങ്ങളെല്ലാം എന്തായിരിക്കണം, ഇത്തരത്തിലുള്ള ഒരു ടെക്സ്റ്റൈൽ നിർമ്മാണവും അതിൻ്റെ വിപണനവുമായിട്ട് ബന്ധപ്പെട്ട് വേണം അല്ലേ. മറ്റ് ആക്ടിവിറ്റീസൊന്നും കമ്പനി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ കമ്പനിയുടെ ഈ ഒബ്ജക്റ്റീവിനപ്പുറം, അധികാര പരിധിക്കപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് എന്ന് പറയുന്നത്. അൾട്രാ വയേഴ്സ് അത് നമുക്ക് സെപ്പറേറ്റ് വേറെ പഠിക്കാനുണ്ട്. ഇനി ലൈബിലിറ്റി ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ ലൈബിലിറ്റി എങ്ങനെയാണ്, അത് ലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണോ, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത് അല്ലേ. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, അതായത് ലിമിറ്റഡ് കമ്പനികളുടെ കേസിൽ ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെങ്കിൽ കമ്പനിയുടെ ഷെയറിൻ്റെ വില 100 രൂപയാണെങ്കിൽ അതിൽ 70 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി അടയ്ക്കാനുള്ള 30 രൂപയായിരിക്കും ഈ മെമ്പേഴ്സിൻ്റെ മാക്സിമം ലൈബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത്, കമ്പനി അടച്ചുപെടുന്ന സമയത്ത് എത്ര രൂപ കൊടുക്കാമെന്നാണോ ഇവർ ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത്, മെമ്പേഴ്സ് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത്, അത്രയും രൂപയായിരിക്കും അവരുടെ മാക്സിമം ലൈബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. ദെൻ ക്യാപിറ്റൽ ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ, കമ്പനിക്ക് എത്രമാത്രമാണ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരിക്കുക, അതായത് നോമിനൽ ക്യാപിറ്റൽ എന്ന് അതിന് പറയും. കമ്പനിക്ക് എത്രയാണ് മാക്സിമം ക്യാപിറ്റൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉദ്ദേശിക്കുന്നത്. കമ്പനിയുടെ ക്യാപിറ്റൽ 10 ലക്ഷം എന്ന് പറയുകയാണെങ്കിൽ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ 10 ലക്ഷം എന്നാണെങ്കിൽ കമ്പനിക്ക് മാക്സിമം 10 ലക്ഷം രൂപയാണ് കമ്പനിയുടെ ലൈഫ് ടൈമിൽ കളക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ. നമ്പർ ഓഫ് ഷെയർസ് ഇൻ വിച്ച് ഇറ്റ് ഈസ് ഡിവൈഡഡ്, ഈ ഷെയർ ക്യാപിറ്റൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, എത്ര ഷെയർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്ന എണ്ണം പറയും. ഓരോ ഷെയറിൻ്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ എത്രയാണെന്ന് പറയും അല്ലേ. എത്ര ഷെയർ വീതമാണ് കമ്പനിയിലെ മെമ്മോറാണ്ടത്തിൽ ഒപ്പിട്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ആദ്യകാല ഡയറക്ടേഴ്സ് ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നത്, അതിൻ്റെ എണ്ണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ക്യാപിറ്റൽ ക്ലോസിൽ പറയും. ഇനി അസോസിയേഷൻ ഓർ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ഉണ്ട്. അതായത് കമ്പനി രൂപീകരണം കൊടുക്കുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അതിന് സമ്മതം പറഞ്ഞുകൊണ്ട്, സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവരുടെ വില്ലിങ്നെസ്,
കാണിക്കുന്ന ഒരു റെക്കോർഡാണ് കമ്പനിയിൽ ഈ മെമ്മോറാണ്ടത്തിൽ അസോസിയേഷൻ ഓർ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് അല്ലേ. മിനിമം പബ്ലിക് കമ്പനിയാണ് 7 പേരെങ്കിലും ഇവിടെ സബ്സ്ക്രൈബേഴ്സായിട്ട് ഈ അസോസിയേഷൻ ക്ലോസിൽ ഒപ്പിട്ടിരിക്കണം. പ്രൈവറ്റ് കമ്പനിയാണ് 2 പേര്, OPC ആണെങ്കിൽ 1 കമ്പനി അല്ലേ, 1 പേര് ഒരാൾ. ദെൻ OPCയുടെ സ്പെഷ്യൽ പോയിന്റ് പറയുന്നുണ്ട്, 1 പേഴ്സൺ കമ്പനിയാണെങ്കിൽ ദ നെയിം ഓഫ് പേഴ്സൺ ഹൂ വിൽ ബിക്കം ദി മെമ്പർ ഇൻ ദി ഇവന്റ് ഓഫ് ദി സബ്സ്ക്രൈബേഴ്സ് ഡെത്ത്. ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ. അയാൾ മരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഏർപ്പെടാനുള്ള ഏതെങ്കിലും ഇൻകപ്പാസിറ്റി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ പകരം ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ തുടർ നടപടി എന്താണെന്നതിനെക്കുറിച്ച് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം. ഇനി നമ്മൾ നോക്കുന്നത് ഓൾട്ടറേഷൻ ഓഫ് മെമ്മോറാണ്ടമാണ്. മെമ്മോറാണ്ടത്തിൻ്റെ ഓൾട്ടറേഷൻ എങ്ങനെയാണ് മെമ്മോറാണ്ടം ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് നോക്കുക. ഓരോ ക്ലോസുകളും ചേഞ്ച് ചെയ്യുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് കമ്പനിയുടെ പേര് ചേഞ്ച് ചെയ്യണമെങ്കിൽ ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ. കമ്പനിക്ക് ഒരു പേര് ചേഞ്ച് ചെയ്യണമെങ്കിൽ കമ്പനിക്ക് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ. കമ്പനികളുടെ പ്രമേയങ്ങൾ റെസൊല്യൂഷൻസ് 2 തരത്തിലാകാം, ഓർഡിനറി റെസൊല്യൂഷനും ഒപ്പം തന്നെ സ്പെഷ്യൽ റെസൊല്യൂഷനും. ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാകണമെങ്കിൽ 3/4 മജോറിറ്റി എങ്കിലും അനുകൂലിച്ച ആളുകൾ ഒപ്പിടേണ്ടതാണ് അല്ലേ, അല്ലെങ്കിൽ അതിനെ വോട്ട് ചെയ്യേണ്ടതാണ്. അതായത് 100 പേരുണ്ടെങ്കിൽ 75% ആളുകൾ വോട്ട് ചെയ്ത് അതിനെ വിജയിപ്പിച്ചാൽ മാത്രമേ ആ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാവുകയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ പേര് മാറ്റണമെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ ആവശ്യമാണ് അല്ലേ. ഒരു കമ്പനിയുടെ പേര് പ്രൈവറ്റ് കമ്പനി എന്നുള്ളത് പിന്നീട് പബ്ലിക് കമ്പനി അങ്ങനെയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ, അതായത് പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി ആവുകയോ പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി ആവുകയോ ചെയ്യുമ്പോൾ ലിമിറ്റഡ് എന്നുള്ള അതൊക്കെ ഒഴിവാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള പേരുമാറ്റങ്ങളൊക്കെ ഒന്നും ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ചുള്ള അപ്രൂവലിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒബ്റ്റെയിനിങ് ദ റെക്കേർഡ് അപ്രൂവൽ അല്ലേ, റെക്കേർഡ് അപ്രൂവൽ പിന്നീട് കമ്പനി രജിസ്ട്രാറിൽ നിന്ന് ആ ഒരു അപ്രൂവൽ ലഭിക്കേണ്ട അത്യാവശ്യമില്ല. ഈ പ്രൈവറ്റ് പബ്ലിക് അങ്ങനെയുള്ള പേരുകൾ മാറ്റുമ്പോൾ അല്ലേ, പ്രൈവറ്റ് കമ്പനി പബ്ലിക് ആവുകയോ അങ്ങനെ തിരിച്ചൊക്കെ ആകുമ്പോൾ അത്തരത്തിൽ ആവശ്യമില്ല. ഇനി പേരിൻ്റെ റെക്ടിഫിക്കേഷനാണ് എങ്കിൽ ഇഫ് ദ രജിസ്റ്റേർഡ് നെയിം അത് ഏതെങ്കിലും ഒരു കമ്പനിയുമായിട്ട് സിമിലർ ആണ്, വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ് തുടങ്ങിയൊക്കെ തോന്നുകയാണെങ്കിലോ കമ്പനിയുടെ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് മറ്റൊരു എക്സിസ്റ്റിംഗ് ട്രേഡ് മാർക്കുമായിട്ട് ബന്ധമെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ കമ്പനിയുടെ പേരുകൾ മാറ്റാൻ വേണ്ടി ആവശ്യപ്പെടാം. അപ്പോൾ ഈ ഒരു നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതാണ്. 3 months ആണ് സാധാരണ കുറച്ച് ഒരു പേര് മാറ്റാൻ വേണ്ടി കൊടുക്കുന്നൊരു കാലാവധി എന്ന് പറയുന്നത്. 3 മാസത്തിനുള്ളിൽ അത്തരത്തിൽ പേര് മാറ്റണം എന്നാണ് പറയുക. രജിസ്ട്രേഷൻ ഓഫ് ചേഞ്ച്, ഇങ്ങനെ ഒരു പേര് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് രജിസ്ട്രാർക്ക് ആ പേര് മാറ്റം വന്ന് 15 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർക്ക് ഈ കാര്യം പറഞ്ഞുകൊണ്ട് അപ്രൂവൽ വേണ്ടി ഓർഡറിന് വേണ്ടി ആ ഓർഡറിൻ്റെ കോപ്പി ഓഫ് ചെയ്തും അവർക്ക് അയക്കേണ്ടതാണ് അല്ലേ. ദെൻ ചേഞ്ച് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ്, ഒരു കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റാനാണെങ്കിലോ ആ ഒരു ക്ലോസിൽ മാറ്റം വരുത്താനാണെങ്കിൽ അവിടെ ഓർത്തിരിക്കേണ്ടത് വിത്തിൻ ദ സെയിം സിറ്റി ടൗൺ ഓർ വില്ലേജ്, ഒരേ സിറ്റിയിൽ തന്നെ ഒരു സിറ്റിയിൽ ഒരു സ്ഥലത്ത് നിന്ന് ആ സിറ്റിയിൽ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ ഒരു ടൗണിൽ നിന്ന് ആ ടൗണിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുന്നു, വില്ലേജിൽ തന്നെ അങ്ങനെയുള്ള മാറ്റങ്ങൾ. അങ്ങനെ ഒരു ലോക്കലായിട്ടുള്ള മാറ്റം മാത്രമുള്ളെങ്കിൽ രജിസ്ട്രാറെ നമ്മളത് മാറ്റിയിട്ട് അറിയിച്ചാൽ മതി. വിത്തിൻ 30 days അല്ലേ, വിത്തിൻ 30 days 30 ദിവസത്തിനുള്ളിൽ മാറ്റം അറിയിക്കണമെന്നേ ഉള്ളൂ. ഇനി ഔട്ട്സൈഡ് ദ ലോക്കൽ ലിമിറ്റ്, ഈ ലോക്കൽ ലിമിറ്റിന് പുറത്ത് പക്ഷേ സ്റ്റേറ്റിനുള്ളിൽ തന്നെയാണെങ്കിൽ, അതായത് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലൊക്കെ മാറ്റുവാണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടതുണ്ട്. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ദെൻ വെരിഫിക്കേഷൻ ഈസ് ഫയൽഡ് വിത്ത് രജിസ്ട്രാർ വിത്തിൻ 15 days. എന്നിട്ട് അതിനുശേഷം ഈ ഒരു കാര്യം 15 daysനുള്ളിൽ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യേണ്ടതാണ്, വിവരങ്ങൾ അറിയിക്കേണ്ടതാണ് അല്ലേ. വേർ ദി ചേഞ്ച് ഇൻവോൾവ് ഷിഫ്റ്റിംഗ് ഫ്രം ദി ജൂറിസ്ഡിക്ഷൻ ഓഫ് 1 രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ടു അനദർ വിത്തിൻ ദ സെയിം സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ തന്നെ ഒന്നിൽ കൂടുതൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഉണ്ടെങ്കിൽ ഒരു രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ ജൂറിസ്ഡിക്ഷനിൽ നിന്ന് അധികാര പരിധിയിൽ നിന്ന് മറ്റൊരു രജിസ്ട്രാർ ഓഫ് കമ്പനീസിയുടെ അധികാര പരിധിയിലേക്കാണ്, അത്ര ദൂരത്തിലേക്കാണ് ഇത് മാറ്റുന്നതെങ്കിൽ റീജിയണൽ ഡയറക്ടറുടെ ഒരു കൺഫർമേഷൻ, അതിനുള്ള അനുവാദം കൂടി വാങ്ങിക്കേണ്ടതാണ്. അങ്ങനെ കൺഫർമേഷൻ കിട്ടിയിട്ട് അത് 60 ദിവസത്തിനുള്ളിൽ കമ്പനി രജിസ്ട്രാറെ അറിയിക്കുകയും ചെയ്യണം അല്ലേ. ഇനി ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കാണ് മാറ്റണമെങ്കിൽ നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ഒപ്പം തന്നെ കൺഫർമേഷൻ ഓർ അപ്രൂവൽ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് അനുമതിയും ഇതിനാവശ്യമാണെന്ന് ഓർത്തിരിക്കുക. ചേഞ്ച് ഓഫ് ഒബ്ജക്റ്റ് ക്ലോസ് ആണ് മാറ്റാമെങ്കിൽ, ഒബ്ജക്റ്റ് ക്ലോസ് മാറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ മാറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. സ്പെഷ്യൽ റെസൊല്യൂഷൻ അതിനുവേണ്ടി പാസ്സാക്കണം. ദെൻ ഡീറ്റെയിൽസ് ഓഫ് റെസൊല്യൂഷൻ മസ്റ്റ് ബി പബ്ലിഷ്ഡ് ഇൻ കമ്പനീസ് വെബ്സൈറ്റ്, കമ്പനിയുടെ വെബ്സൈറ്റിൽ അത് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുകളൊക്കെ അത് പബ്ലിഷ് ചെയ്യണം. ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ്, കമ്പനിയുടെ ലക്ഷ്യങ്ങൾ മാറുമ്പോൾ അതിനോട് സമ്മതിക്കാത്ത കുറേ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, അവർക്ക് ഒരു എക്സിറ്റ് ഓപ്ഷൻ കൂടി കൊടുക്കേണ്ടതാണ്. അവർക്ക് കമ്പനിയിൽ നിന്ന് പുറത്തു പോകാനുള്ള ന്യായമായിട്ട് പിരിഞ്ഞു പോകാനുള്ള ഒരു അവസരം കൂടി കൊടുക്കേണ്ടതാണ് അല്ലേ. ദെൻ ചേഞ്ച് ഇൻ ലൈബിലിറ്റി ക്ലോസ് ആണ് മാറ്റം വരുന്നതെങ്കിൽ ബോർഡ് മീറ്റിംഗ് കൂടണം. സെൻഡ് 7 days നോട്ടീസ് ആൻഡ് കൺവീനിയർ ബോർഡ് മീറ്റിംഗ് അല്ലേ, ഒരു 7 ദിവസം നോട്ടീസ് വെച്ചുകൊണ്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ അപ്രൂവൽ വാങ്ങിക്കണം. ആൻഡ് സെറ്റപ്പ് ജനറൽ മീറ്റിംഗ് വിളിക്കേണ്ടതാണ് അല്ലേ. ജനറൽ മീറ്റിംഗ് വിളിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പുകൾ ചെയ്യണം. ഇഷ്യൂ 21 days നോട്ടീസ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു ജനറൽ മീറ്റിംഗ് 21 ദിവസത്തെ നോട്ടീസ് കൊടുത്ത് അവരുടെ ഇടയിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി എടുക്കണം അല്ലേ, ലൈബിലിറ്റിയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ തന്നെ ROC ഫയലിംഗ്, രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നമ്മൾ ഫോം MGT
14 എന്ന് പറഞ്ഞ രജിസ്റ്റർ ഓഫ് കമ്പനീസിന് വിത്തിൻ 30 days ഓഫ് പാസിംഗ് റെസൊല്യൂഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് അത് ഈ ഒരു ഫോർമാറ്റിൽ രജിസ്റ്റർ ഓഫ് കമ്പനീസിന് ആ കാര്യങ്ങൾ സ്പെഷ്യൽ റെസൊല്യൂഷനും മറ്റ് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് വിശദീകരണ കുറിപ്പും എല്ലാം സഹിതം അത് രജിസ്റ്റർ ഓഫ് കമ്പനീസിന് അറിയിക്കുകയും വേണം. ക്യാപിറ്റൽ ക്ലോസിലാണ് മാറ്റം വരുത്തുന്നതെങ്കിൽ, അതായത് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ വേണമെങ്കിൽ കൂട്ടാം അല്ലേ. അതായത് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ മാക്സിമം 10 lakh എന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ 11 lakh അല്ലെങ്കിൽ 15 lakh ആയിട്ട് മാറ്റാം. പക്ഷേ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടി ഈ ക്യാപിറ്റൽ ക്ലോസിനെ നമ്മൾ ഓൾട്ടർ ചെയ്യേണ്ടതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഓൾട്ടർ ചെയ്യുമ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ചേഞ്ച് വരുമ്പോൾ അത് ഓൾട്ടറേഷനാണ്. ദെൻ കൺസോൾഡേറ്റ് ആൻഡ് ഡിവൈഡ്, എങ്ങനെയൊക്കെയാണ് ഷെയർ ക്യാപിറ്റലിനെ ഓൾട്ടർ ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. കൺസോൾഡേറ്റ് ആൻഡ് ഡിവൈഡ്, അതായത് ഓൾ ഓർ പാർട്ട് ഓഫ് ഇറ്റ് ഷെയർ ക്യാപിറ്റൽ ഇൻടു ഷെയർസ് ഓഫ് ലാർജർ എമൗണ്ട്. അപ്പോൾ കമ്പനിയുടെ ഷെയറുകളെ അത് ലാർജർ എമൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്, അല്ല കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ 10 രൂപ വിലയുള്ള 10 ഷെയറുകളാണുള്ളത്, അങ്ങനെയാണ് 100 ഷെയർ ക്യാപിറ്റൽ വന്നെന്ന് വിചാരിക്കുക. 10 ഷെയറുകൾക്ക് പകരം നമ്മൾ 100 രൂപ വില ഒറ്റ ഷെയറാക്കി മാറ്റുന്നു അല്ലേ. ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ മാറ്റമൊന്നും വരില്ല, ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ മാറ്റം വരില്ല, ഷെയറിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുന്നു അല്ലേ. അപ്പോൾ അത് തന്നെ പറയുന്നത് കൺസോൾഡേറ്റ് ആൻഡ് ഡിവൈഡ് എന്നാണ് പറയുക. അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താം. ദെൻ കൺവേർട്ട് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഇൻടു സ്റ്റോക്ക്, മുഴുവൻ അടച്ചു ചേർത്ത ഷെയറുകളെല്ലാം ഒരുമിച്ച് കൂട്ടി നമുക്ക് എന്തായിട്ട് മാറ്റാം, സ്റ്റോക്കാക്കി മാറ്റാം അല്ലേ. അതായത് 1000 ഷെയറുകൾ മേലുള്ള മുഴുവൻ ക്യാഷും ഷെയർ ഹോൾഡേഴ്സ് അടച്ചു ചേർത്താണെങ്കിൽ 1000 ഷെയറുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നമുക്ക് 1000ൻ്റെ ഒരൊറ്റ സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യാം അല്ലേ. പിന്നീട് നമുക്ക് സ്റ്റോക്കിന് വേണമെങ്കിൽ റീകൺവേർട്ട് ചെയ്ത് ഷെയറുകളായിട്ട് തിരിച്ച് ചെയ്യുമ്പോൾ ചെയ്യാം. അതെല്ലാം ഈ ക്യാപിറ്റലിൻ്റെ ചേഞ്ചാണ്. ദെൻ സബ് ഡിവൈഡ് ഷെയർസ് ഇൻടു ഷെയർസ് ഓഫ് സ്മോളർ എമൗണ്ട്, നമ്മൾ ചെറിയ സ്മോളർ എമൗണ്ട് ആയിട്ടുള്ള ഷെയറുകളായിട്ട് മാറ്റുവാണ് അല്ലേ. നമ്മളിവിടെ കൺസോൾട്ടേഷൻ്റെ ഒരു നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ഇത്. അതായത് 100 രൂപ വിലയുള്ള ഒറ്റ ഷെയർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്താക്കുന്നു, അതിനെ 10 രൂപ വിലയുള്ള 10 ഷെയറാക്കി മാറ്റുന്നു അല്ലേ, സബ് ഡിവൈഡ് ചെയ്യുന്നു. അത് എന്താണ്, അതാണ് സബ് ഡിവൈഡ് ഷെയർസ് എന്ന് പറയുക, സബ് ഡിവിഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുക. ദെൻ ക്യാൻസൽ ഷെയർസ് വിച്ച് ഹാവ് നോട്ട് ബീൻ ടേക്കൺ ഓർ അഗ്രീഡ് ടു ബി ടേക്കൺ ബൈ എനി പേഴ്സൺ, ആളുകൾ ഏറ്റെടുക്കാത്ത ഷെയറുകളുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുക അല്ലേ, അത്തരത്തിലുള്ള ക്യാൻസലേഷൻ നടത്തുക. അതെല്ലാം ഈ ക്യാപിറ്റൽ ക്ലോസിൻ്റെ കൺവേർഷനുമായിട്ട് വരുന്നതാണ്. ദെൻ ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ 61 ആണ്, കമ്പനീസ് ആക്ടിലെ 61 ആണ് ഈ ഷെയർ ക്യാപിറ്റൽ ഓൾട്ടറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈഫ് എന്നൊരു കാര്യം കൊണ്ട് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കണം. ഡോക്ട്രിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാ വൈഫിൻ്റെ മീനിങ് ഞാൻ ആദ്യം മനസ്സിലാക്കി വെക്കുക. അൾട്രാ വൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയോണ്ട് ദ പവർ എന്നാണ്, അതായത് അധികാര പരിധിക്ക് അപ്പുറം തങ്ങളുടെ ഒക്കെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക ആ ഒരു അധികാരത്തിന് അപ്പുറം കടന്ന് ചെയ്യുന്നതിനാണ് അൾട്രാ വൈഫ് എന്ന് പറയുന്നത് അല്ലേ. ഇത് ആക്റ്റീവ് അൾട്രാ വൈഫ് ദ കമ്പനി വെൻ ഇറ്റ് ഈസ് ബിയോണ്ട് ദ പവർ ഫോർ ഒബ്ജക്ട് സ്റ്റേറ്റഡ് ഇൻ ദി കമ്പനീസ് മെമ്മോറാണ്ടം. കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റിനോ കമ്പനിയുടെ അധികാരങ്ങൾക്കോ അപ്പുറം കിടന്ന് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് അൾട്രാ വൈഫ് ദ കമ്പനി എന്ന് പറയും. അത് കമ്പനിക്ക് അധികാരപരിധിക്ക് അപ്പുറം ചെയ്ത കാര്യമാണ്, അത് വോയിഡാണ്, നിയമവിരുദ്ധമാണെന്ന് ഓർത്തിരിക്കുക. കമ്പനീസ് മെമ്മോറാണ്ടം പെർമിറ്റ് ടു ക്യാരി ഓൺ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ്, ഒരു ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗിലാണ് കമ്പനിയുടെ ഒബ്ജക്റ്റീവ് ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത് വിചാരിക്കുക. പക്ഷേ കമ്പനി ചെയ്യുന്ന പ്രവർത്തികളെല്ലാം വേറെ ഏതെങ്കിലും ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയാണ്, വേറെ എന്തെങ്കിലും ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് കമ്പനി ചെയ്യുന്നതെങ്കിൽ അത് കമ്പനിയെ സംബന്ധിച്ച് എന്താണ്, അൾട്രാ വൈഫ് ആണ് അല്ലേ. അപ്പോൾ കമ്പനി ക്യാൻ ഡു ആക്ടിവിറ്റീസ് എക്സ്പ്രസ്ലി ഓതറൈസ്ഡ് ബൈ മെമ്മോറാണ്ടം. മെമ്മോറാണ്ടത്തിൽ എന്താണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അത് മാത്രമേ കമ്പനിക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനപ്പുറം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്താണ്, അൾട്രാ വൈഫാണ്, ബിയോണ്ട് ദ പവർ ആണ് അല്ലേ. ഈ ഇങ്ങനെ ഒരു അൾട്രാ വൈസ് എന്ന് പറഞ്ഞ നിയമം കൊണ്ടുവന്നിരിക്കുന്ന കാരണം ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യം സംരക്ഷിക്കുക. കാരണം ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് കമ്പനിയുടെ പ്രത്യേക ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രമേ കമ്പനി ചെയ്യാവുള്ളൂ. അപ്പോൾ തന്നെ ക്രെഡിറ്റേഴ്സ് അവരും കമ്പനിക്ക് അവരുടെ കമ്പനിയുടെ ലക്ഷ്യങ്ങളും കമ്പനി പ്രസ്താവിതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് അവരും കമ്പനിക്ക് വേണ്ടി പണം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഡോക്ട്രിൻ പ്രൊവൈൻസ് അത് കമ്പനിക്ക് അതിനപ്പുറം കടന്നുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ക്രെഡിറ്റേഴ്സിന് റിസ്ക് ആണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സിനെ ഷെയർ ഹോൾഡേഴ്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കമ്പനി ഒരു അൾട്രാ വൈസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് വോയിഡ് ആണെന്ന് മനസ്സിലാക്കുക. എനി ആക്ടിവിറ്റീസ് വിച്ച് ഇഫ് അൾട്രാ വൈസ് കമ്പനി അല്ലേ, കമ്പനിക്ക് അൾട്രാ വൈസ് ഉള്ള ഏതൊരു ആക്ടിവിറ്റിയും അത് വോയിഡ് ആണ്, നിയമവിരുദ്ധമാണ്. ഇറ്റ് ക്രിയേറ്റ്സ് നോ ലീഗൽ റിലേഷൻ ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ദ അതർ പാർട്ടി. കമ്പനിയുമായിട്ട് അത്തരത്തിലുള്ള അൾട്രാ വൈഫ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ലീഗലായിട്ടുള്ള നിയമം അവിടെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബന്ധം അവിടെ നിലനിൽക്കില്ല, കോടതി അതിനെ തള്ളിക്കളയും. ഇറ്റ് കനോട്ട് നോർമലി ബി റാറ്റിഫൈഡ് ഈവൻ ബൈ ഓൾ ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കൂടി അതിന് അപ്രൂവൽ കൊടുത്താൽ പോലും ഇത് അൾട്രാ വൈസ് തന്നെയാണ്, കമ്പനി അത് ചെയ്യാൻ പാടില്ല, അത് നിയമവിരുദ്ധമാണ് അല്ലേ, അത് വോയിഡ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ഷൻ ഉണ്ട് ഇവിടെ ഓർത്തിരിക്കേണ്ടത്. അൾട്രാ വൈസ് ദ കമ്പനി ഓർ മെമ്മോറാണ്ടം, കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, കമ്പനിയുടെ അധികാരപരിധിക്ക് അപ്പുറം ചെയ്ത കാര്യങ്ങൾ അതെല്ലാം അൾട്രാ വൈഫാണ്. അത് ആര് വിചാരിച്ചാലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അല്ലേ. അതിന് നമുക്ക് റാറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. റാറ്റിഫൈ എന്ന് വെച്ചാൽ പിന്നീട് ഷെയർ ഹോൾഡേഴ്സ് എല്ലാം വന്നു ചേർന്ന് ഒരു അപ്രൂവൽ കൊടുത്ത് അതിനെ നിയമവിധേയമാക്കി എടുക്കുന്നതിനാണ് റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ റാറ്റിഫിക്കേഷൻ പറ്റില്ല. മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമോ കമ്പനിയുടെ അധികാരത്തിനപ്പുറം അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും റാറ്റിഫിക്കേഷൻ പറ്റില്ല എന്ന് ഓർത്തിരിക്കുക. ഇനി അൾട്രാ വൈഫ് ഡയറക്ടേഴ്സ് ബട്ട് വിത്തിൻ ദ മെമ്മോറാണ്ടം, മെമ്മോറാണ്ടത്തിനുള്ളിൽ നിൽക്കുന്ന കാര്യമാണ്, പക്ഷേ ഡയറക്ടേഴ്സ് ചെയ്യാൻ വിട്ടുപോയതോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെയൊക്കെ ഉപേക്ഷ മൂലമോ അങ്ങനെ എന്തെങ്കിലുമാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, അത് ഷെയർ ഹോൾഡേഴ്സിന് വേണമെങ്കിൽ വന്നിട്ട്
അതിന് മീറ്റിംഗ് കൂടിയിട്ട് അതിന് അപ്രൂവൽ കൊടുക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ അൾട്രാ വൈസ് ഡയറക്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ ഓർത്ത് കഴിഞ്ഞാൽ ദ ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ റാറ്റിഫൈ ദ ആക്ട് ബൈ പാസിംഗ് എ റെസൊല്യൂഷൻ. ജനറൽ മീറ്റിംഗ് വിളിച്ചിട്ട് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന് അത് അപ്രൂവൽ കൊടുക്കാവുന്നതാണ് അല്ലേ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പനിയുടെ മെമ്മോറണ്ടം പറയുന്നുണ്ട് കമ്പനിക്ക് വേണമെങ്കിൽ ബോറോ ചെയ്യാന്നുള്ളത്. പക്ഷേ ബട്ട് ദ ഡയറക്ടേഴ്സ് ബോറോ വിത്തൗട്ട് ഒബ്റ്റെയിനിങ് അപ്രൂവൽ ദാറ്റ് ദ ആർട്ടിക്കിൾ റിക്വയർ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പറയുന്ന പോലെ ഒരു അപ്രൂവൽ നേടണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അതിനുള്ള അനുമതി നേടണം എന്നുള്ളത്, ഷെയർ ഹോൾഡേഴ്സിന് മീറ്റിംഗ് വിളിച്ച് അനുമതി നേടണം എന്നുള്ളത് ആ ഒരു കാര്യം മാറ്റിവെച്ചുകൊണ്ട് അവർ ചെയ്യാതെ അപ്രൂവൽ വാങ്ങാതെ അത്തരത്തിലുള്ള ബോറോവിങ്സ് നടത്തി കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യാം, ഷെയർ ഹോൾഡേഴ്സിന് വേണമെങ്കിൽ വന്ന് അതിന് അപ്രൂവൽ കൊടുക്കാവുന്നതാണ് അല്ലേ, റാറ്റിഫിക്കേഷൻ നടത്താവുന്നതാണ്. അത് അൾട്രാ വൈസ് ഡയറക്ടേഴ്സ് ആണെങ്കിൽ അതിന് റാറ്റിഫിക്കേഷൻ ഷെയർ ഹോൾഡേഴ്സ് റാറ്റിഫൈ ചെയ്യാം. ദെൻ അൾട്രാ വൈസ് ആർട്ടിക്കിൾസ് ബട്ട് വിത്തിൻ ദ മെമ്മോറാണ്ടം. മെമ്മോറാണ്ടത്തിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അപ്പുറം കടന്ന് അധികാരപരിധിക്ക് അപ്പുറം ചെയ്ത കാര്യമാണെങ്കിൽ പോലും എന്ത് ചെയ്യാം, അത് നമുക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്, പ്രത്യേകം പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ആളുകൾ 75% അതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അത് വേണമെങ്കിൽ റാറ്റിഫൈ ചെയ്തെടുക്കാവുന്നതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടെ. അൾട്രാ വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾസിന് അൾട്രാ വൈസ് ആണെങ്കിൽ ആർട്ടിക്കിൾസിനപ്പുറം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇഫ് ഇറ്റ് ആക്ട് ഈസ് ബിയോണ്ട് ദ ആർട്ടിക്കിൾ ബട്ട് വിത്തിൻ ദ മെമ്മോറാണ്ടം. ആർട്ടിക്കിൾസിൻ്റെ അധികാരപരിധിക്ക് അപ്പുറമാണ് നമ്മൾ ചെയ്ത കാര്യമാണ്, പക്ഷേ അത് മെമ്മോറാണ്ടത്തിൻ്റെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വിധേയമാണെങ്കിൽ അത് എന്ത് ചെയ്യാമെന്നാണ്, അത് നമുക്ക് വേണമെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ കൊണ്ടുവന്ന് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നമുക്ക് ഓൾട്ടർ ചെയ്തുകൊണ്ട് മാറ്റം വരുത്തിക്കൊണ്ട് അതിനെ റാറ്റിഫൈ ചെയ്തെടുക്കാവുന്നതാണെന്നുള്ളതും ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനെ കുറിച്ച് നമുക്ക് പഠിച്ചു വെക്കേണ്ടത്. കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ബാക്കിയുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് നോക്കുക കേട്ടോ. നിങ്ങൾ ക്ലാസ്സുകളെല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക്